ഹായ് പറയത്തു. ഹായ് പറ. ഇന്നത്തെ വിശേഷം അടുക്കളയിലെ കുറച്ച് കാര്യങ്ങൾ. ഡേ ഇൻ മൈ ലൈഫ്. അമ്മ ദോശ ഇടുന്നത് അത് തുടക്കം. നീ എന്താ പറയുന്നേ? അച്ചാച്ചൻ മുടിക്ക് കൊടുക്കുന്നു. ക്ലിപ്പ് ഓ ആദ്യത്തെ ചക്ക കിട്ടി. അമ്മ മുളക് വാരി ഇട്ടിട്ട്. മുളക് വാരി ഇട്ടിട്ടൊന്നല്ല, ആ മുളക് ഭയങ്കര ചുവപ്പുള്ള മുളക്. നീ എവിടെയാ ചെരുപ്പിടാണ്ട് പോയിനി? കോഴിണ്ടാ? ഈ കോയിനെ പിടിക്കാൻ വന്നിയാ? മുട്ടായി കൊടുക്കാനാ? ബാ കാലിനെന്തെങ്കിലും തരക്കെത്തു. ഞായറാഴ്ച ദിവസമായിട്ട് ഒരു പൂച്ചക്കുട്ടി വീട്ടിലില്ല, നമ്മളല്ലാണ്ട് മതയാനകള്. ഇതെവിടെ പോന്ന്? എവിടെയെങ്കിലും പോക്കാന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ അമ്മമ്മേൻ്റെ ജോലി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഓലയുള്ളതുകൊണ്ട് അതിപ്പം കൊത്തി മുറിച്ചിടലാണ്. അതുപോലെ വിറകോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മമ്മ തന്നെയാണ് കൊത്തിയെല്ലാം ആക്കുക, അടുക്കി വെക്കുന്നത്. അമ്മമ്മയ്ക്ക് ഇങ്ങനത്തെ പുറത്തെ പണികൾ ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. അടുക്കളയിൽ അങ്ങനെ അമ്മമ്മ കയറലില്ല, ഞാനും അമ്മയും തന്നെ അടുക്കളയിൽ ചെയ്യൽ. അപ്പോൾ ഇതെല്ലാമാണ് രാവിലത്തെ വിശേഷങ്ങൾ. രാവിലെ തന്നെ എന്തായാലും കുളിച്ച് സുന്ദരിയായിട്ടുണ്ട്. ഇവളെ കുളിപ്പിക്കലാണ് രാവിലത്തെ ആദ്യം ചെയ്യുന്ന പണി. ചായയും കടിയും കഴിഞ്ഞാൽ പിന്നെ ആദ്യം ചെയ്യുന്നത് ഇവളെ കുളിപ്പിക്കലാണ്. ഇനി നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. മീനൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ സാമ്പാറാണ് അമ്മ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ സാമ്പാർ അമ്മ തന്നെയാണ് വെക്കൽ, കാരണം അമ്മ വെക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. അതുകൊണ്ട് അമ്മ വെക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി പണി എനിക്കുണ്ട്. തുണി അലക്കൽ, അടിച്ചു വാരൽ അതെല്ലാം ചെയ്യാനുണ്ട്. ക്ലീനിങ് പരിപാടിയെല്ലാം ഉണ്ട്. അപ്പം അമ്മ എങ്ങനെ സാമ്പാർ വെക്കുന്നതെന്ന് കാണിച്ചു തരാം. കുറച്ച് കാര്യങ്ങൾ കാണുന്നുണ്ട്. ചട്ടിയിൽ വെക്കുന്നേ? ചട്ടിയിൽ വെക്കാം. ആ എന്നാ അന്നേരം വേഗം ആവുമോ? അടിയാണ്ട് കിട്ടുമോ നോക്കേ. ഇന്ന് ചട്ടിയിൽ വെക്കുന്ന സാമ്പാറാണ്. പുതിയ ചട്ടി എനിക്കുണ്ടെങ്കിൽ അതെടുക്കണം. ഒരു ചട്ടിയിൽ വെച്ച ഒരു പ്രശ്നമുണ്ട്. എന്നാ പുക മണക്കോന്നൊരു സംശയമുണ്ട്. പണ്ടുള്ള ആൾ ചട്ടിയിൽ തന്നെയല്ലേ വെക്കുന്നത്? കുക്കറില്ലാത്തവരല്ലോ. പണ്ടുള്ള ആൾ ചട്ടിയിൽ വെക്കുന്നത് ഇന്നലെ ചട്ടിയിൽ വെക്കണം. ഇന്നലെ പുക വയ്ക്കലുണ്ടാവും. അങ്ങനെ പരിപ്പില്ല. എനിക്ക് തുണിയാറിടാനെല്ലാം ഉണ്ട്. പക്ഷെ അമ്മേൻ്റെ സാമ്പാർ എങ്ങനെയാന്ന് തുടക്കന്ന് കാണിച്ചു തന്നിട്ട് പോകാൻ ചോദിച്ചിട്ട്. അയ്യോ, അമ്മേൻ്റെ സാമ്പാറൊന്നും അറിയണ്ടേ. അമ്മേൻ്റെ സാമ്പാർ നല്ല ടേസ്റ്റുള്ള സാമ്പാറാണ്. ഭയങ്കര ആക്കല്ലേ. ശരിക്കും പറഞ്ഞാണേ, ശരിക്കും പറഞ്ഞു കളിയാക്കുന്നയാണേ. പരിപ്പ്, ഈ പരിപ്പ് എല്ലാം ഇടുക സാമ്പാറിന്. എനിക്ക് മഞ്ഞ പരിപ്പ് ഇഷ്ടമില്ല. അതുകൊണ്ട് സാമ്പാർ പരിപ്പ് മഞ്ഞാൽ എനിക്കറിയാം, നീ പറയാനില്ല. പക്ഷെ എനിക്കെന്തോ ആ പരിപ്പ് ഇഷ്ടമല്ല. എനിക്ക് പരിപ്പ് ഇഷ്ടം. എനക്കും ആ പരിപ്പ് ഇഷ്ടമല്ല. അതിന് എന്തോ ഒരു ചോയ പോലെയാണ്. വലിയായിട്ട് കൊടുക്കില്ല, വലിയ പരിപ്പ്. ഭയങ്കര. നമ്മൾ ഈ പരിപ്പ് ഇട്ടിട്ടാണ് വെക്കല്. രാത്രിക്കൊന്നും വേണ്ടല്ലോ. രാത്രിക്ക് ഇന്ന് മോളുടെ വീട്ടിൽ പോകാം. ഇന്ന് നമ്മൾ ഐശുവിൻ്റെ അടുത്തേക്ക് പോകും വൈകുന്നേരം. അതുകൊണ്ട് ഇന്ന് രാത്രിക്കത്തെ ഫുഡ് അവിടെ നിന്ന് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ. ഉച്ചക്കോ ഫുഡില്ല. മീനില്ലാണ്ട് ഇവിടെ ആർക്കും ഇറങ്ങൂലല്ലോ. എത്തൂന് തീരെ പറ്റൂല. എത്തൂന് ഉപ്പി എന്ന് പറഞ്ഞിട്ട് ചിക്കൻ. പരിപ്പിട്ടിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് ചട്ടിയിൽ കറി വെക്കുന്നത്. സാമ്പാർ ആദ്യമായിട്ട് വെക്കുന്നത്.
ചിക്കൻ ചെമ്പിൽ വെക്കൂ. ചിക്കൻ ചെമ്പിൽ വെക്കാനാ? മറ്റേ ചെമ്പിൽ വട്ടേലി ചെമ്പ്. ഉരുളിച്ചെമ്പൊന്നല്ല, വട്ടച്ചെമ്പാണ്. വട്ടച്ചെമ്പ്. സ്വന്തം മുരിങ്ങാക്കായി നമ്മളെ സ്വന്തം മുരിങ്ങാക്കായി. അത് ഇക്കൊല്ലം മാത്രം കായ് തന്നിട്ട് അത് പോയി. പാവം. ജീവനോടെ ഇനം പോയി. അവസാനത്തെ പൂക്കല അത് പൂത്തിന്. അത്രയും പൂത്തിട്ടുണ്ടായിരുന്നു. പൂക്കല് കണ്ടിട്ട് എനിക്ക് തോന്നില്ല എന്തെന്നാ ഇങ്ങനെ പൂത്തിനാണ്. ഉരുളക്കിഴങ്ങ് അതെല്ലാം പറയാൻ വെച്ചെൻ്റെ ഉരുളക്കിഴങ്ങ് മുറിച്ചിട്ട് കഴിഞ്ഞ് ഉള്ളി മുറിച്ചിടണം. എല്ലാം വണ്ണത്തിൽ വേണം മുറിച്ചിടാൻ. സാമ്പാറിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. സാമ്പാർ വെക്കാൻ അറിയാത്ത ആൾക്കാരോട് പറയുമ്പോൾ അല്ലേ പറയുന്നത്. ലോകത്ത് എല്ലാവരും സാമ്പാർ വെക്കുന്ന ആളായിരിക്കും. നീ ഇതൊന്നും ഇടണ്ടേക്ക്, കളിയാക്കി ഇതാക്കൂ. പക്ഷെ ഓരോ നാട്ടിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമായിരിക്കും. അത്രയോ ആ ഉള്ളി വേണ്ട? വേണ്ട, അത് മതി. ഒന്നര ഉള്ളി ഇട്ടില്ലേ, മതി. ക്യാരറ്റ് തുള്ളിപ്പോയി. കഷ്ണമെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിന് സാമ്പാറായിട്ടാകുമ്പോൾ കാണിച്ചു തരാം. ഇനിയില്ലെന്നാണ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ട് അടുപ്പത്ത് വെക്കും. ഉപ്പ് ഇട്ടിട്ട്. പൊടി സാമ്പാറാണ്. അതെ, നമ്മൾ വറുത്തരച്ച സാമ്പാർ വെക്കാറില്ല. പൊടിയിട്ട് വെക്കുന്ന സാമ്പാർ. അത്രേ ഉള്ളൂ. എന്നാൽ ഞാൻ പോയി തുണി എടുക്കട്ടെ. ഇന്നലെ വെച്ച ചക്ക അമ്മ തിന്നാൻ നോക്കിയത്. അപ്പം ഞാനും എത്തും കൂടി തട്ടി പറിച്ചത്. എന്നാ ചക്ക എന്നാ ഓളെ എടുത്തിട്ട് പോയിര്. ഞാനല്ല. ഓക്ക് ഇന്നലെ ചോദിച്ചപ്പോൾ വേണ്ടേ, ഇന്ന് വേണം. അമ്മേൻ്റെ സാമ്പാർ ഏതായാലും അടുപ്പിൽ നിന്ന് തിളക്കുന്നുണ്ട്. അപ്പോൾ 1 മണി കഴിഞ്ഞിട്ട് നമുക്ക് മീൻ കിട്ടിയത്. അപ്പോൾ വേഗം തന്നെ മീൻ മുറിച്ചെടുക്കാൻ നോക്കലാന്ന് ഞാൻ. കാരണം ഇത്തൂസ് കുറച്ച് ചോറ് തിന്നണമെങ്കിൽ മീൻ നിർബന്ധം. ഓളെ കഴിയുന്നത് 10 കൊത്തി പറിച്ചുകൊണ്ട് പോയി. കിട്ടണത് എനിക്ക് അങ്ങനെ തന്നെ. എത്തൂന്റെ കൈമന്ന് 10 തട്ടിപ്പറിച്ച് പോയി. കൊത്തിയെടുത്ത് കൈമന്നോട് പോയി. കിട്ടണോ? പെട്ടെന്ന് തന്നെ മീനെല്ലാം മുറിച്ച് വെച്ച് പൊരിച്ചത് മാത്രമേ ഉള്ളൂ, കറിയൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഇതാ ഉച്ചക്ക് ചോറ് കഴിക്കലാണ്. ഞാൻ എത്തിച്ചു ലേറ്റായി. അപ്പോൾ ചോറിന് സ്പെഷ്യലായിട്ടൊന്നുമില്ല. അമ്മേൻ്റെ ചട്ടിയിലെ സാമ്പാറാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ബീട്രൂട്ട് വറവ്, പിന്നെ 2 പൊരിച്ച മീൻ. അപ്പോൾ ഇതെല്ലാം ഇന്നത്തെ ചോറിൻ്റെ. എന്തെല്ലാം വൈകുന്നേരം നമ്മൾ രാവിലെ അമ്മ പറഞ്ഞ പോലെ തന്നെ ഐഷുവിൻ്റെ അടുത്തേക്ക് നമ്മളിന്ന് പോക്കാന്ന്. കുറേ ആയി ഓളെ വീട്ടിലേക്ക് പോയിട്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് അമ്മേൻ്റെ അടുക്ക, അതായത് എൻ്റെ വീട്ടിൻ്റെ അതിലേ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അമ്മ വീട്ടിലൊന്നും പോയിട്ടില്ല, റോഡിൽ അമ്മ വരുവാണ് ചെയ്തത്. അപ്പോൾ കുറേ ദിവസമായിട്ട് അമ്മ എത്തൂനെ കാണാൻ ഓർമ്മയായിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മക്ക് ഭയങ്കര സന്തോഷമായി എത്തൂനെ കണ്ടെടുത്ത്. നമ്മൾ ഐഷുവിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാനെന്നാ അവരെന്താ ഐഷുവിൻ്റെ അടുക്ക് വന്നിട്ട് നമ്മൾ മോളെടുക്കാൻ വന്നിട്ടേ ഉള്ളു. ചായ എടുക്കാനുള്ള ജ്യൂസ് വിളിക്കുമ്പോഴത്തേക്ക് പോയിരിക്കണ്ടേ. വിളിച്ചപാടും വരാൻ കഴിയാ. വിളിച്ചോട് വരൂല, കുറച്ചിരിക്കട്ടെ. അങ്ങനെ നമ്മൾ ഐഷുവിൻ്റെ ഇടയ്ക്ക് നിന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് ഇറങ്ങാൻ നോക്കലാന്നേ. അപ്പം അതിനിടയ്ക്ക് കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ വർത്താനെല്ലാം പറഞ്ഞിരുന്നു, അതൊന്നും വീഡിയോയിൽ എടുത്തിട്ടില്ല, ബോറടിക്കുമല്ലോ. അപ്പോൾ നമ്മളങ്ങനെ വേഗം ഫുഡ് കഴിച്ച് വീട്ടിലേക്ക് പോക്കാന്ന്. അവിടെ ഏട്ടൻ്റെ ഫ്രണ്ട്സെല്ലാം കൂടിയിട്ട് മന്തി ആക്കുന്നുണ്ട്. അപ്പോൾ ആടെ എന്തെല്ലാം സംഭവങ്ങളൊന്ന് കാണിച്ചു തരാം. വീടിൻ്റെ കോലയെല്ലാം ഒരുവിധം ആക്കിയിട്ടുണ്ടാവും. പോയി ഓടാനും കഴിയുന്നില്ല, പാവം കാലെടുത്തു. മന്തി. ഹലോ ഗയ്സ്, എൻ്റെ വീട്ടിൽ മന്തി ആക്കുന്നുണ്ട്. അയ്യോ പറ പറ. അനുവാട്ടൻ അതിനൊന്നും കുഞ്ഞൊന്നും. ഇത് ഞാൻ എന്തായാലും ഇടും. നമ്മള് മന്തി ആക്കിയിട്ട് ഏകദേശം ദമ്മിട്ടിട്ടുണ്ട്. ഏകദേശം മുളകെല്ലാം കുത്തി വെച്ചിട്ടുണ്ട്. സാധനം തിന്നോക്ക്. നമുക്ക് ബിരിയാണി തരും. ബിരിയാണി
പക്ഷെ തിന്നിട്ടില്ല, ഇവിടുന്ന് തിന്നണ്ടെന്ന് വിചാരിച്ചിട്ട് തിന്നിട്ടില്ല. അടുക്കളേൻ്റെ ഞാൻ വിചാരിച്ചെവിടെയോ കണ്ടുപരിചയമുള്ളൊരു ചെരുപ്പ്. ഏടാ ഞാൻ വീഡിയോ എടുക്കുമ്പോഴേ ഓടണമെന്നുണ്ട്, പക്ഷെ കാലും കൊണ്ട് ഓടാൻ പറ്റുന്നില്ല. തിരിഞ്ഞു നിന്ന് എന്തായാലും ജിനേക്ക് ഹായ് പറ. പറ. പിന്നെ ഒരു പണിയുമില്ല. നിങ്ങളെ കാണുന്നില്ല, ഫ്ലാഷ് അടിക്കട്ടെ. ഹെൽത്തി മയോണൈസ്. മയോണൈസ് അല്ല, ഞാൻ വിചാരിച്ചത് ബിരിയാണി ഇതില് മന്തിയിലിടാൻ വേണ്ടിട്ടാണ്. ഞാൻ ചിങ്ങളയിലിടും. നിന്റെ അമ്മ അടുക്കള മൊത്തം അന്ന് കള്ള് ഷാപ്പിന്റെ തന്നെ കിട്ടിയിട്ടില്ല. എന്തൊരു നാണാ. ജുനൈക്കാന്റെ ഷാനിയെല്ലാം കാണുവേ, ഷാനിയെല്ലാം കാണുവേ. ഇത് രാഹുൽ ബ്ലോഗ്സ്. ഇതനു ഹനുമാൻ പാട്ടെല്ലാം പാടുന്ന നറുക്കെടുക്കേണ്ടി വരും പെമ്പിളറ കേട്ടാ. അനുവാടനെ ഇതെല്ലാം വരും, വധുവിനെ ആവശ്യമുണ്ട്. ബാങ്കിൽ ഉദ്യോഗസ്ഥനാണ്, സുന്ദരനും സുമുഖനും. നല്ല നെയ്യുള്ള നമ്പ്യാർ ആവശ്യമുണ്ട്, അങ്ങനെ പറ. ഏടുന്ന് മന്തിയാക്കാൻ പഠിച്ചു പറ. പറ. അമ്മമ്മ പഠിപ്പിച്ചതാണ് അമ്മമ്മ അറിയുന്നത്. അനുവാടനെ അമ്മമ്മയെ പോലെ മന്തിയാക്കാൻ പഠിപ്പിച്ചിന്. അനുവാട്ട പറയാ കഥയെല്ലാം പറഞ്ഞതിനെ, പക്ഷെ ഇതില് പറയാൻ കഴിയാ. നോക്ക് ഇവർക്കെല്ലാം വാതിലടിച്ച്. എടുത്തേക്കാ ഏട്ടാ, എടുത്തേക്കാ കുളുമണാല്. ഇവ തിന്നാനായിട്ട് വന്നതാണ്. ആ വനുവാട്ട് മാത്രം ഉണ്ടാക്കിയത്. ഒന്നും കിട്ടിയില്ല, അതിനുള്ള ആരൊന്നും വരില്ല. മിത്തൊരു കൊടുത്തില്ല പോലെ കൈയിട്ട് വാരുന്നുണ്ട്. തിന്നോ ഡെലീഷ്യസ്.
കൈക്ക് തിന്ന് ഫേസ് ഫോക്കസ് ഈ മരമൊത്തി ഫോക്കസ് ആയിട്ട് ഞാൻ എടുക്കട്ട് ആ നിന്റെ ഫോണിൽ തിന്ന് കൈക്ക് അപ്പോൾ മന്തിയെല്ലാം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇരുന്നിട്ട് ഫുഡ് ഉള്ളതുപോലെ കഴിക്കണം. നമ്മൾ അവിടുന്ന് കഴിച്ചുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ടേസ്റ്റ് നോക്കാന്നുള്ള രീതിയിൽ കഴിച്ചിട്ടുള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന് എന്തായാലും. അപ്പോൾ ഇതാ എല്ലാവരും കൂടി ഫുഡ് കഴിക്കുന്നുണ്ട്. എല്ലാവരും ഹാപ്പിയായി. രാവിലെ ടാറ്റ ബൈ ബൈ എല്ലാരും പോന്നു. ജിത്തോണ്ട ടാറ്റ. ടാറ്റ. എല്ലാരും പോയി.